1.5 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന അരൂർ ഉയരപാത നിർമ്മാണത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരമായി. പാതയ്ക്ക് മുകളിലൂടെ പോകുന്ന ഹൈ വോൾട്ടേജ് വൈദ്യുതി ലൈൻ താൽക്കാലിക ടവറുകളിലേക്ക് മാറ്റിയതോടെ തടസ്സപ്പെട്ടു കിടന്ന 24 നമ്പർ പില്ലറിന്റെ ചട്ടക്കൂട് നിർമ്മാണം വിജയകരമായി ആരംഭിച്ചു. ഇതോടെ ബാക്കിയുള്ള പില്ലറുകളിലേക്ക് ഗർഡറുകൾ സ്ഥാപിച്ച് പാതിവഴിയിലായ മേൽപ്പാല നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാൻ വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഉയരപാതയിൽ തടസ്സപ്പെട്ടു കിടന്ന 24 നമ്പർ പില്ലറിന്റെ ചട്ടക്കൂടാണ് സ്ഥാപിച്ചത്. 1.5 വർഷമായി 110 kV വൈദ്യുതി ലൈൻ ഉയരപാതയുടെ മുകളിലൂടെ കടന്നുപോയതിനാലാണ് വൈദ്യുതി വകുപ്പിന്റെ അനുമതിയില്ലാത്തതിനാൽ പണി തടസ്സപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈദ്യുതി പ്രസരണ ലൈനിൽ താൽക്കാലികമായി ടവറുകൾ സ്ഥാപിച്ച് 963 മീറ്റർ ഉയരത്തിൽ എമർജൻസി റീസ്റ്റോറേഷൻ സിസ്റ്റം ചാർജ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അനുമതി ലഭിച്ച് പണി ആരംഭിച്ചത്. ഇനി 25, 26, 27 പില്ലറുകൾക്ക് മുകളിൽ ഗർഡറുകൾ കയറ്റി പാതി വഴിയിൽ തടസ്സപ്പെട്ട മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. ക്രെയിനുകളുടെ സഹായത്തോടെയാണ് ചട്ടക്കൂട് ഉയർത്തി സ്ഥാപിച്ചത്. തുടർന്ന് 14 ഗർഡറുകൾ 3 ഭാഗങ്ങളിലായി സ്ഥാപിക്കും. ഇതിനു മുകളിലായിരിക്കും മേൽപ്പാലം യാഥാർത്ഥ്യമാവുക. 110 kV വൈദ്യുതി ലൈനുകൾ ഉയരപാതയുടെ മുകളിൽ കൂടി കടന്നുപോകുന്നതിനാൽ അരൂർ പള്ളിക്കവലയിലും പില്ലർ 24-ലുമായിരുന്നു ഉയരപാത നിർമ്മാണം അനിശ്ചിതമായി നിലച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, അരൂർ. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.